ഹായ് ഫ്രണ്ട്സ്, അച്ചു അങ്ങ് പോവുകയാണ് കേട്ടോ. അമ്മ തലേന്ന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അച്ചു ഇന്ന് പോവുകയാണ്. അച്ചു പത്തനംതിട്ട ആരെയും വണ്ടി കാണിച്ചിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് ഞങ്ങൾ കണ്ടതിന് ശേഷമാണ് എല്ലാവരും അറിഞ്ഞതുപോലും വണ്ടി എടുത്തെന്നുള്ള കാര്യം. അങ്ങനെ അമ്മച്ചിയെ എല്ലാവരെയും വണ്ടി കാണിക്കാനായിട്ട് അച്ചു പോവുകയാണ്. അപ്പം അമ്മയോട് ഒരുമിച്ച് പോയാൽ മതി എന്ന് പറഞ്ഞതാണ്. പിന്നെ അമ്മ ഒത്തിരി ദിവസം ആയില്ലേ, അങ്ങ് പോട്ടെന്നും പറഞ്ഞ് പോയതാണ്. അപ്പം അച്ചു പോകാൻ ഇറങ്ങിയപ്പോഴേ ശ്രീമോനും ചെരുപ്പിട്ടിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവൻ്റെ കൂടെ പോകാൻ. കൊണ്ടുപോകത്തില്ലെന്ന് കണ്ടപ്പോഴത്തേക്ക് ടാറ്റയൊക്കെ കൊടുത്ത് വിട്ടേ. സങ്കടമായിരുന്നു കേട്ടോ പോയപ്പോൾ. ഇത്രയും ദിവസം ഉണ്ടായിരുന്നല്ലോ കൂടെ. കുറേ നാളിന് ശേഷമാണ് അച്ചു ആണെങ്കിലും ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ അച്ചു പോയി. അത് കഴിഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് നമുക്ക് പാലത്തറ അമ്പലത്തിൽ വരെ പോകണമായിരുന്നു. നമ്മുടെ കേശുവിൻ്റെ ഡ്രംസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. 8:30ക്കാണ് സമയം പറഞ്ഞിരുന്നത്. അപ്പം ചേച്ചി വിളിച്ചവൻ പറഞ്ഞു 9 മണിയെങ്കിലും ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ ലേറ്റായിട്ടാണ് വന്നത്. അത് കഴിഞ്ഞ് നമ്മളാണെങ്കിൽ നേരെ അമ്പലത്തിലോട്ട് അങ്ങ് പോയി. ഞങ്ങളെല്ലാം റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ റെഡി ആയിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവരെല്ലാം ഡ്രംസ് എല്ലാം സെറ്റ് ചെയ്യുന്നതേ ഉള്ളായിരുന്നു. പ്രോഗ്രാം തുടങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ ചേച്ചിയും കേശുവും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മളിപ്പോൾ ഇപ്പുറത്തെ സൈഡിലായിപ്പോയി കേട്ടോ. ഇടയിൽ കൂടി കമ്പിയൊക്കെ വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ചേച്ചിയുടെ അടുത്തോട്ട് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ കിട്ടിയ സ്ഥലത്ത് നമ്മൾ കസേരയൊക്കെ പിടിച്ചിട്ട് ഇരിക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കമ്പി വെച്ചേക്കുന്ന ഇവന്മാർക്കൊന്നും ഒരു കൂസലില്ല. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് കേശുവിൻ്റെ പ്രോഗ്രാമും സ്റ്റാർട്ടായിട്ടുണ്ട്. നമുക്ക് മ്യൂസിക്കിനകത്തിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇടാത്തത്. അല്ലെന്നുണ്ടെങ്കിൽ എല്ലാം എനിക്ക് ഇടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അവൻ ചെയ്യുന്നതെല്ലാം. അപ്പം അപ്പുറത്തൊരു കൊച്ചു ഗത പോലൊരു സാധനം വെച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ബഹളം കാണിച്ചതിനെ അച്ഛനും മോനും കൂടെ പോയി ബലൂൺ വാങ്ങിക്കാൻ പോയതാണ്. ഞങ്ങൾ ഇരിക്കുന്നിടം വരെ പോലും എത്തിയില്ല. അതിന് മുമ്പുള്ള ആ ബലൂണ് വട്ടത്തിലുള്ളത് പൊട്ടി. ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ നീളത്തിലുള്ളത് മാത്രമേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം അത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അതും പൊട്ടിയിട്ടുണ്ടായിരുന്നേ. അവിടെ കേശുവിനെക്കാട്ടി വലിയ എനർജിയിൽ ശ്രീമോൻ ഇവിടെ നിന്ന് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉള്ളവർ മൊത്തം ഇവനെ ശ്രദ്ധിക്കുമായിരുന്നു കേട്ടോ. ഇവൻ ഇത്ര എനർജി എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയത്തില്ല. വേറെ എവിടെയെങ്കിലും ചെന്നാൽ തറയിലിറങ്ങാത്ത കൊച്ചാണ്. ഇപ്പോൾ ഈ ഗ്രൗണ്ടിലും ബീച്ചിലും നമ്മുടെ പാർക്കിലും ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഇവനങ്ങ് തറയിലിറങ്ങി ഭയങ്കര ഉത്സാഹത്തോടാണ് ഡാൻസൊക്കെ കളിക്കുന്നത്. പിന്നെ നല്ല നല്ല പാട്ടുകളാണ് കേശു ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കെല്ലാം ഞാൻ വീട്ടിൽ അമ്മച്ചിയെ വീഡിയോ കോൾ ചെയ്ത് കാണിക്കുകയും നമ്മുടെ വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ സ്റ്റാറ്റസ് ഇടാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമുക്ക് മ്യൂസിക് ഇടുന്നത് കുഴപ്പമില്ലാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാൻ പറ്റുന്നവരെല്ലാം നല്ലതായിട്ട് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവിടെ ഒരു പെങ്കൊച്ച് ഡാൻസ് കളിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് നുഴഞ്ഞിറങ്ങി അങ്ങ് പോയിട്ടുണ്ട്. ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ അവൻ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് പോയി ഷോ കാണിച്ചുകൊണ്ട് നിൽക്കുവാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിങ്ങി വാളാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കാശി പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്വീകരണം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ആദരവാണ്. അപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ ഒരു പൊന്നാട അണിയിക്കുകയോ ഒരു മൊമെൻറ്റോ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രോഗ്രാം കഴിഞ്ഞ് അടുത്തൊരു ഗാനമേള ഇവിടെ ഉണ്ടായിരുന്നു. കരോക്കെ ഗാനമേളയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ തീർക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാക്കിൽ പോയി കേശുവിനെ കണ്ടു പോകാമെന്നൊക്കെ പറഞ്ഞു. ചേച്ചി സൂര്യാണ്ണും എല്ലാം എടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.